الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذي قال لوالديه أف لكما أتعدانني أن نخرج وقد خلت القرون من قبلي وهما يستغيثان الله ويلك آمن إن وعد الله حق فيقول ما هذا إلا أساطير الأولين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാനിധിയുമായ പടച്ചവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഒരു മധ്യവേനൽ അവധി ആരംഭിക്കുകയാണ്. വിദ്യാലയങ്ങൾ, കലാലയങ്ങൾ 2 മാസക്കാലത്തേക്ക് അടച്ചിടുകയാണ്. ഈ സമയത്ത് നിരവധി ഉല്ലാസ കേന്ദ്രങ്ങളുടെ പരസ്യങ്ങൾ നാം കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും. അതല്ലെങ്കിൽ കുടുംബസമേതം പല സ്ഥലങ്ങളിലേക്കുമുള്ള ട്രിപ്പുകൾ നാം മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. ഇതൊന്നും ആവശ്യമുള്ളതല്ല എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഈ മധ്യവേനൽ അവധി എന്ന് പറയുന്നത് മുസ്ലിം രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ്. കാരണം നമ്മുടെ കുട്ടികളെ പൂർണ്ണ സമയം നമ്മുടെ അടുക്കൽ കിട്ടുന്ന സമയമാണ്. മറ്റ് ദിവസങ്ങളെന്ന് പറയുന്നത് സമയങ്ങളുടെ ഭൂരിഭാഗവും അവർ വിദ്യാലയങ്ങളിലും ഗുരുമുഖങ്ങളിലുമൊക്കെയായിരിക്കും. ഏറെ ക്ഷീണിച്ച് പ്രയാസപ്പെട്ട് വീട്ടിൽ വന്നതിന് ശേഷവും പഠനഭാരവുമായി കഴിഞ്ഞുകൂടുന്നവരാകും നമ്മുടെ കുട്ടികൾ. ഏകദേശം ഒരു 9-10 മണിയാകുമ്പോഴേക്ക് ക്ഷീണിച്ച് അവശരായ അവർ ഉറക്കത്തിലേക്ക് നീങ്ങുകയാണ് പതിവ്. എന്നാൽ ഈ ഒഴിവ് കാലമാകുമ്പോൾ
അവർക്ക് അത്തരത്തിലുള്ള പ്രാരാബ്ധങ്ങളൊന്നും ഇല്ലാതെയാവുകയും അവർക്ക് ഒഴിവ് സമയങ്ങൾ ധാരാളമായി ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് എന്നതിനാൽ അവരുമായി കൂടുതൽ അടുത്ത് ഇടപഴകുവാനും തങ്ങളുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും തങ്ങൾക്ക് ഉപകാരപ്പെടുന്നവരാക്കി തീർക്കുവാനും രക്ഷിതാക്കൾക്ക് സാധ്യമാകുന്ന ഒരു സമയമാണ് ഈ ഒഴിവ് കാലം എന്ന് പറയുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിരുവചനത്തിലൂടെ പറഞ്ഞു, നിഅ്മത്താനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹ്ഹതു വൽ ഫറാഗ്. രണ്ട് അനുഗ്രഹങ്ങൾ മനുഷ്യർ അധികവും അതിൻ്റെ വില മനസ്സിലാക്കുന്നില്ല. അത് വെറുതെ കളയുകയാണ് ചെയ്യുന്നത്. അതൊന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് ഒഴിവ് സമയമാണ്. ഈ രണ്ട് കാര്യങ്ങൾക്കും വളരെ പ്രാധാന്യം കൽപ്പിക്കേണ്ടതാണെന്നും പ്രാവർത്തികമാക്കേണ്ടതാണ് എന്നുമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ തിരുവചനത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ വിദ്യാർത്ഥി ലോകത്തെ ഭയാശങ്കകളോട് കൂടിയിട്ടാണ് നാം ഓരോരുത്തരും കാണുന്നത്. കാരണം നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന വാർത്തകൾ വിദ്യാർത്ഥി ലോകത്ത് നിന്ന് അത്തരത്തിലുള്ള വാർത്തകളാണ്. ഒരു +1 വിദ്യാർത്ഥി അധ്യാപകനു നേരെ കൊലവിളി നടത്തിയത് നാം പത്രങ്ങളിലൂടെ വായിച്ചിട്ടുള്ള കാര്യമാണ്. 9ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്തു. ചെയ്യാനുള്ള കാരണം ഓൺലൈൻ ഗെയിമിങ്ങിൽ ആ 9ാം ക്ലാസ്സുകാരന് നഷ്ടപ്പെട്ടത് 1.87 ലക്ഷം രൂപയായിരുന്നു. അവസാനം ആ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് നാം വായിച്ചിട്ടുള്ള കാര്യമാണ്. 14 വയസ്സുകാരൻ അമ്മയുടെ കഴുത്തറുത്തു. അതുതന്നെ ക്യാൻസർ രോഗം പിടിപെട്ട് ട്യൂമർ ഓപ്പറേഷൻ കഴിഞ്ഞ് അവശയായി കിടക്കുന്ന അമ്മയുടെ കഴുത്താണ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സുകാരൻ അറുത്തിട്ടുള്ളത്. 4ാം ക്ലാസ്സുകാരിയുടെ വെറും 4ാം ക്ലാസ്സുകാരിയുടെ ബാഗിൽ നിന്ന് 2500 രൂപയിലധികം വില വരുന്ന ഈ സിഗരറ്റ് അഥവാ ഇലക്ട്രോണിക് സിഗരറ്റ്, ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള ഈ സിഗരറ്റ് പിടികൂടി എന്ന് വാർത്തകളിൽ നാം കാണുന്നു. 8ാം ക്ലാസ്സുകാരിയുടെ ബാഗിൽ നിന്ന് MDMA പിടികൂടിയെന്നും അതുപോലെ തന്നെ നഗ്ന ഫോട്ടോകൾ പിടിക്കപ്പെട്ടു എന്നും വാർത്തകളിൽ നാം കാണുകയാണ്. 9ാം ക്ലാസ്സുകാരിയുടെ വീട്ടിൽ 3 ദിവസം തൻ്റെ കാമുകൻ കട്ടിലിനടിയിൽ കഴിഞ്ഞുകൂടിയെന്നും എന്നിട്ടും വീട്ടിലുള്ള മറ്റാളുകൾ അതറിഞ്ഞില്ല എന്നും നാം വായിച്ചെടുക്കുകയാണ്. ഇന്നത്തെ വിദ്യാർത്ഥി ലോകത്തിൻ്റെ അവസ്ഥകളാണ്, അതിൽ ചിലതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. ലക്കും ലഗാനവുമില്ലാതെ ചുറ്റുപാടുകളെ സംബന്ധിച്ച് യാതൊരു ബോധവുമില്ലാതെയുള്ള അവരുടെ പെരുമാറ്റം ഓരോ സ്ഥാപനങ്ങളിലൂടെയും അതിൻ്റെ മുന്നിലൂടെയും നടക്കുന്ന, അവർ ഇടപഴകുന്ന ബസ്സുകളിലോ ബസ് സ്റ്റാൻഡുകളിലോ റെയിൽവേ സ്റ്റേഷനുകളിലോ എത്തുന്ന ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടുന്ന കാര്യവുമില്ല. ഇതാണ് അവസ്ഥ എന്നതുകൊണ്ടാണ് ഒരു മുസ്ലിം രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒഴിവ് കാലം ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ് എന്ന് ഞാൻ പറയുവാൻ കാരണം. ആ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ കരളിൻ്റെ കഷ്ണങ്ങളാണ്. നമ്മുടെ വീട്ടിലും മുറ്റത്തും ആടിയും പാടിയും ഇണങ്ങിയും പിണങ്ങിയുമെല്ലാം ഓടിച്ചാടി കളിച്ചു കൊണ്ടിരിക്കുന്ന ആ കുട്ടികൾ നമ്മുടെ കുളിർമയാണ്,
അവരോടുള്ള സ്നേഹവും വാത്സല്യവുമെല്ലാം പ്രകൃത്യാ തന്നെ നമ്മുടെയൊക്കെ മനസ്സുകളിൽ പടച്ച തമ്പുരാൻ ഊട്ടപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത് വിശുദ്ധ ഖുർആനും നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. അപ്പോൾ ഈ വാത്സല്യവും സ്നേഹവുമെല്ലാം പ്രകടിപ്പിക്കുകയും അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ, പാഠമാകാൻ പറ്റുന്ന രൂപത്തിൽ അനുഭവ വേദ്യമാക്കുകയും ചെയ്യാൻ പറ്റുന്ന അവസരമാണ് ഈ ഒഴിവ് കാലം എന്ന് പറയുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് പ്രവാചകൻ ഇല്ലാത്ത സമയത്ത് ഒരു പാവപ്പെട്ട സ്ത്രീയും 2 കുഞ്ഞുങ്ങളും കയറി വരികയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവർക്ക് 2 കുട്ടികൾക്കും ഉമ്മാക്കും കഴിക്കുവാൻ വേണ്ടി 3 ഈത്തപ്പഴം നൽകുകയുണ്ടായി. ഉമ്മ ഓരോ ഈത്തപ്പഴം ഓരോ കുട്ടികൾക്ക് നൽകി. ആ കുട്ടികൾ അത് കഴിച്ചു. ഉമ്മയുടെ അടുത്തുള്ളത് കഴിക്കാൻ ഒരുങ്ങിയപ്പോഴേക്ക് കുട്ടികൾ അതിനും അവർ ധൃതി കൂട്ടുകയാണ്. ഉമ്മ അതും ഓഹരി വെച്ച് ആ കുഞ്ഞുങ്ങൾക്ക് നൽകി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ പ്രവാചകൻ ആയിഷ ബീബി ഈ വിവരം പ്രവാചകനോട് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ സ്ത്രീ സ്വർഗത്തിന് അവകാശിയാണ് എന്നാണ്. കാരണം അത്രയും സ്നേഹത്തോടുകൂടി ആ കുട്ടികളോടുള്ള പ്രിയത്തോടുകൂടി ആ കിട്ടിയിട്ടുള്ള ഈത്തപ്പഴം പോലും അവർക്ക് ഓഹരി വെച്ച് കൊടുത്ത് അതിൽ നിന്ന് ഒരു നുണയാൻ പോലും ശ്രമിക്കാത്ത രൂപത്തിൽ മക്കളെ സ്നേഹിക്കുന്ന ആ അവസ്ഥ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിവരിച്ചു തരികയാണ്. കുട്ടികൾ വഴി തെറ്റുവാനുള്ള പ്രധാന കാരണം ആ കുട്ടികളല്ല, മറിച്ച് അവരുടെ മാതാപിതാക്കളും അവരുടെ ചുറ്റുപാടുകളുമാണ് എന്ന് നാം മനസ്സിലാക്കുന്നതോടൊപ്പം പ്രധാനമായും അവർ വഴി തെറ്റുവാനുള്ള കാരണം സ്നേഹക്കുറവാണ് എന്നാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത്. സ്നേഹം ലഭിക്കേണ്ട ഇടം വീടുകളായിരുന്നു, മാതാപിതാക്കളുടെ അടുത്ത് നിന്നായിരുന്നു, കൂട്ടുകുടുംബങ്ങളുടെ അടുത്ത് നിന്നായിരുന്നു. എന്നാൽ അവരുടെ അടുക്കൽ നിന്ന് ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കുന്നത് ഈ കുട്ടികളൊന്നും കാണുന്നില്ല. അവരോട് ആ രൂപത്തിൽ പെരുമാറുന്നത് അവർ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അവർ വഴിതെറ്റാനുള്ള പ്രധാന കാരണം എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് മകന്റെ കയ്യും പിടിച്ചു വന്ന ഒരാൾ പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ, മാ ഹഖ്ഖു ഇബ്നി ഹാദാ, ഞാൻ എൻ്റെ ഈ മോനോട് കാണിക്കേണ്ട ഉത്തരവാദിത്തം എന്താണ്, അവന് ഞാൻ നൽകേണ്ട അവകാശം എന്താണ് എന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞത് തുഹ്സിൻ ഇസ്മഹു വ അദബഹു, അവന് നല്ലൊരു പേരിടുക, അവനെ സംസ്കാരമുള്ളവനാക്കി വളർത്തുക, വലർഹു മൗലിഅൻ ഹസന, ഏറ്റവും നല്ല ഒരു സ്ഥലത്ത് നീ അവനെ താമസിപ്പിക്കുക. നല്ല പേര് കുട്ടികൾക്കിടണം. അതുപോലെ തന്നെ അവൻ സംസ്കാരമുള്ളവനായിക്കൊണ്ട് വളരണം. അതുപോലെ തെറ്റുകളിലേക്ക് നീങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള നല്ല ഒരു സാഹചര്യത്തിൽ, അന്തരീക്ഷത്തിൽ അവനെ ജീവിപ്പിക്കുകയും ജീവിക്കുവാനുള്ള അവസരം നൽകുകയും ചെയ്യണം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. മറ്റൊരു തിരുവചനത്തിൽ അക്രിമു ഔലാദക്കും വ അഹ്സിനു അദബഹും, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പരിഗണിക്കേണ്ടതുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ആദരിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞാൽ അവരെ വീട്ടിലും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളിലും കാര്യങ്ങളിലുമൊക്കെ അവരുടെ കൂടി അഭിപ്രായങ്ങൾ ആരായുകയും പരിഗണിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സംസ്കാരത്തോടുകൂടി അവരെ നിങ്ങൾ വളർത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ പ്രവാചകന്റെ വീട്ടിലേക്ക് ഒരു അഴറാബി കടന്നു വന്ന രംഗം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാകും. ആ സമയത്ത് പ്രവാചകൻ തൻ്റെ പേരക്കുട്ടികളുമായിട്ട് കളിക്കുകയാണ്, അവർക്ക് ഉമ്മ കൊടുക്കുകയാണ്, അവർക്ക് ചുംബനം നൽകുന്നത് കണ്ട ആ കാട്ടറബി അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നത്, എനിക്ക് 10 കുട്ടികളുണ്ട്, ഞാൻ ഇന്നുവരെ ഒരു കുട്ടിക്കും ഉമ്മ നൽകിയിട്ടില്ല എന്നാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറയുന്ന മറുപടി, മൻ ലാ യർഹമു ലാ യുർഹമു. കരുണ കാണിക്കാത്ത ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയും കരുണ കാണിക്കുകയില്ല. മനസ്സിൽ കരുണയുള്ളതിൻ്റെ ലക്ഷണമാണ് കുട്ടികൾക്ക് ഉമ്മ നൽകുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. തൻ്റെ മകൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വളർന്നു വലുതായി അലിയാരുടെ ഭാര്യയായി ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ എന്ന 2 കുട്ടികളുടെ ഉമ്മയായി അതിനുശേഷവും തൻ്റെ വീട്ടിലേക്ക് വരുന്ന കുട്ടിയെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പ്രവാചകൻ നെറ്റിയിൽ ഉമ്മ വെക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അഥവാ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ലക്ഷണമാണ് ഇത് എന്നതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ പരാതിയുമായി കടന്നു വന്നിട്ടുള്ള ഒരു രക്ഷിതാവ്, എൻ്റെ മക്കൾ എന്നെ പീഡിപ്പിക്കുന്നു, എനിക്കൊന്നും ചെയ്തു തരുന്നില്ല, എൻ്റെ അവകാശങ്ങൾ അവർക്കറിയില്ല, അത് അവർ പൂർത്തീകരിക്കുന്നില്ല എന്നുള്ള പരാതിയുമായി കടന്നു വന്നിട്ടുള്ള ഒരു രക്ഷിതാവ് ഉമർ റളിയല്ലാഹു അൻഹു അതിന് കാരണക്കാരനായ മകനെ വിളിപ്പിക്കുകയാണ്. എന്നിട്ട് മകനോട്, നിന്നെക്കുറിച്ചിതാ നിന്റെ ഉപ്പ ഇങ്ങനെയൊക്കെ പരാതി പറയുന്നു, ഇത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോ മകൻ അമീറുൽ മുഅ്മിനോട് ചിരിച്ചു ചോദിച്ചു, അല്ല, എൻ്റെ ഉപ്പാക്ക് എന്നോട് നിർവഹിക്കേണ്ട വല്ല ബാധ്യതയുമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും നിന്നോട് നിർവഹിക്കേണ്ട ബാധ്യതയുണ്ട്. അൻ തൻതഖിയ ഉമ്മഹു വയുഹസ്സിൻ ഇസ്മഹു വയുഅല്ലിംഹുൽ കിതാബ. നിനക്ക് നല്ല ഒരു ഉമ്മാനെ നൽകുക, ഒരു മാതാവിനെ നൽകുക എന്നുള്ളത് നിന്റെ ഉപ്പ നിന്നോട് കാണിക്കേണ്ടുന്ന ബാധ്യതയായിരുന്നു. നിന്നെ വളർത്താൻ പറ്റുന്ന, നിന്നെ സംസ്കരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ആ ബോധമുള്ള, മതബോധമുള്ള ഒരു ഉമ്മാനെയായിരുന്നു നിന്റെ ഉപ്പ നിനക്ക് നൽകേണ്ടിയിരുന്നത്. അതുപോലെ നല്ല ഒരു നാമം, ഒരു പേര് നിനക്ക് ഇടേണ്ടിയിരുന്നു. വയുഅല്ലിംഹുൽ കിതാബ. അപ്രകാരം തന്നെ നിനക്ക് വേദം പഠിപ്പിക്കുകയും ചെയ്യേണ്ടിയിരുന്നു. ഇതൊക്കെ വാപ്പ എന്നോട് ചെയ്യേണ്ടതായിരുന്നു. എന്നിട്ട് ആ കുട്ടി ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മറുപടി പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ ഇന്ന അബീ ലം യഫ്അൽ ശൈഅൻ മിൻ ദാലിക. നിങ്ങൾ ഈ പറഞ്ഞതൊന്നും എൻ്റെ വാപ്പനോട് ചെയ്തിട്ടില്ല, ഈ ബാധ്യതകളൊന്നും എൻ്റെ പിതാവ് നിർവഹിച്ചിട്ടില്ല. അമാ ഉമ്മി സിൻജിയത്തുൻ കാനത്തിൽ മജൂസി. എൻ്റെ ഉമ്മ ഒരു തീ ആരാധകയായ ഒരു അടിമ സ്ത്രീയാണ്. വഖദ് സമ്മാനി ജുഅല. എനിക്ക് എൻ്റെ ഉമ്മ പേരിട്ടിട്ടുള്ളത് ജുഅല എന്നാണ്. ആളുകൾ അത് പറഞ്ഞ് എന്നെ കളിയാക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം കരിവണ്ട് എന്നാണ്. അങ്ങനെ ഒരു പേരാണ് എനിക്ക് ഇട്ടിട്ടുള്ളത്. വലം യുഅല്ലിംനി മിനൽ കിതാബി ഹർഫൻ വാഹിദൻ. വേദത്തിൽ നിന്ന് ഒരു ഹർഫ് പോലും എൻ്റെ പിതാവ് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് ഈ കുട്ടി ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മറുപടി പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പരാതിയുമായി കടന്നു വന്നിട്ടുള്ള പിതാവിനോട് പറയുന്നത്, ജിഇത ഇലയ്യ തശ്കു ഉഖൂഖ ഇബ്നിക. നീ ഇവിടെ വന്നിട്ടുള്ളത് നിന്റെ മകൻ നിന്നെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ വഖദ് അഖഖതഹു ഖബ്ല അൻ യഉഖക. നിന്നെ അവൻ പീഡിപ്പിക്കുന്നതിന് മുമ്പ് നീ അവനെ പീഡിപ്പിച്ചു. അതുപോലെ വഅസഅത ഇലൈഹി ഖബ്ല അൻ യുസിഅ ഇലൈക. നിന്നോട് അവൻ തിന്മ ചെയ്യുന്നതിന് മുമ്പേ നീ അവനോട് തിന്മ ചെയ്തു. അഥവാ മക്കളെ പോറ്റേണ്ട വിധത്തിൽ, വളർത്തേണ്ട വിധത്തിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരിൽ നിന്ന് തിരിച്ചു ലഭിക്കേണ്ടുന്നത് നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ഹദീസിലൂടെ, ഈ സംഭവത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് അവരുമായി ഇടപഴകുവാനും അവരുമായി ഏറ്റവും അടുത്ത് ഇരുന്ന് സംസാരിക്കുവാനും കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനുമെല്ലാം പറ്റിയ സമയമാണ് എന്ന് നാം മനസ്സിലാക്കുക. പ്രവാചകന്മാരും കുട്ടികളും തമ്മിലുള്ള ബന്ധം ഖുർആനിന്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാം. പ്രവാചകന്മാർ യാ ബുനയ്യ, മക്കളെ വിളിക്കുന്ന വിളിയാണ്. യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി. അതുപോലെ യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ, യാ ബുനയ്യ അഖ്മിസ് സ്വലാ, യാ ബുനയ്യ ലാ തഖ്സുസ് റുഇയാക, യാ ബുനയ്യ ഇർകബ് മാനാ. ഓരോ പ്രവാചകന്മാർ
മക്കളെ വിളിച്ചിട്ടുള്ള വിളിയാണ്. ഇബ്രാഹിം നബി മോനോട് പറഞ്ഞതാണ്, മോനെ, ഞാൻ പൊന്നുമോനെ, ബുനയ്യ, എൻ്റെ പൊന്നുമകനെ, സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടു കൂടിയാണ് ആ വിളി. ആ വിളി കേട്ടാൽ തന്നെ അറിയാം എൻ്റെ ഉപ്പാക്ക് എന്നോട് സ്നേഹമാണ് എന്ന്. അത്തരത്തിലാണ് ഇബ്രാഹിം നബി വിളിക്കുന്നത്. അതുപോലെ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, പൊന്നുമോനെ നീ ശിർക്ക് ചെയ്യരുത് കേട്ടോ. യാ ബുനയ്യ അഖ്മിസ്സലാ, അദ്ദേഹം തന്നെ പറയുന്നു, മകനെ നമസ്കാരം നിലനിർത്തണം കേട്ടോ. യാക്കൂബ് നബിയോട് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, യാ ബുനയ്യ ലാ തഖ്സുസ് റുഅ്യാക അലാ ഇഖ്വതിക, മോനെ നീ കണ്ടിട്ടുള്ള ഈ സ്വപ്നം മറ്റുള്ളവർക്ക് നീ പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. തൻ്റെ മകൻ തന്നിൽ വിശ്വസിക്കാത്ത ഒരു ധിക്കാരിയായിരുന്നിട്ട് പോലും വെള്ളപ്പൊക്കത്തിൽ വെച്ചുകൊണ്ട് അവൻ ആ വെള്ളത്തിൽ മുങ്ങിച്ചാവാറാവുന്ന രംഗത്ത് പോലും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം വിളിക്കുന്നത് യാ ബുനയ്യ ഇർകം മാനാ, പൊന്നുമോനെ ഇങ്ങോട്ട് കേറിക്കോ എന്നാണ്. അപ്പോ ആ വിളിയിലൊക്കെയുള്ള നമ്മളെ മക്കളെ അഭിസംബോധന ചെയ്യുമ്പോൾ അവരുടെ വിളിയിലുണ്ടാവേണ്ടുന്ന മാന്യത പോലും പ്രവാചകന്മാരുടെ ഈ അഭിസംബോധന രീതികളിൽ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ അവരോട് പെരുമാറിയാൽ തിരിച്ച് അവരും പെരുമാറും. യാ അബതിഫ് അൽ മാ തുഉമർ, ഇബ്രാഹിം നബിയോട് മോൻ തിരിച്ചു പറഞ്ഞത് യാ അബതി, എൻ്റെ പൊന്നു പിതാവേ എന്നാണ്. എൻ്റെ വാപ്പേ, എൻ്റെ പിതാവേ എന്നല്ല, എൻ്റെ പൊന്നു പിതാവേ, എൻ്റെ വാത്സല്യനിധിയായ, എൻ്റെ സ്നേഹനിധിയായ പിതാവേ. യാ അബതിഫ് അൽ മാ തുഉമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ എന്നാണ് ഇബ്രാഹിം നബിയോട് മറുപടി പറഞ്ഞത്. അതുപോലെ യാ അബതി ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ, യൂസുഫ് നബി പറഞ്ഞു, ഞാൻ ഇതാ 11 നക്ഷത്രങ്ങളെയും സൂര്യചന്ദ്രന്മാരെയും പൊന്നു പിതാവേ ഞാൻ സ്വപ്നം കാണുന്നു. ആ വിളിയിലൊക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ സംസാരങ്ങളിലൊക്കെ ഈ സ്നേഹം അടങ്ങിയിരിക്കുന്നത് പ്രകടിപ്പിക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ നമ്മുടെ വീടുകളിലും നമ്മുടെ ശൈലികളിലും നാം ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്ന ഒരു സമയത്താണ് മകൻ കയറി വരുന്നത് എങ്കിൽ നാം ചോദിച്ചാൽ തന്നെ അവനും തിരിയില്ല, മറുപടി പറയുന്നത് നമുക്കും തിരിയില്ല എന്ന രൂപത്തിൽ നമ്മൾ ചോദിക്കുക, ഏതായിരുന്നു മോൻ മറുപടി വാപ്പ ചോദിച്ചത് ഇവൻ തിരിഞ്ഞിട്ടുണ്ട്, മറുപടി പറഞ്ഞ വാപ്പക്കും തിരിഞ്ഞിട്ടുണ്ട്, പക്ഷെ ബാക്കിയുള്ളവർക്കൊന്നും തിരിയില്ല. അക്ഷരം പോലും വെളിവില്ലാത്ത രൂപത്തിൽ എന്തോന്ന് ചോദിക്കണ്ടേ എന്ന രൂപത്തിലൊന്ന് ചോദിച്ച് മകൻ എന്തോന്ന് മറുപടി പറയണ്ടേ എന്നുള്ള രൂപത്തിൽ മറുപടിയും പറഞ്ഞ് എന്നതിനപ്പുറം മാനസികമായ ഒരു ബന്ധത്തിലേക്ക് അതെത്തുന്നില്ല. ഉള്ളറിഞ്ഞുകൊണ്ടുള്ള ഒരു സംസാരം അവർ പരസ്പരം ഉണ്ടാകുന്നില്ല. അപ്പോ ആ ഉള്ളറിഞ്ഞുകൊണ്ട് ഇത്രയും സമയം എൻ്റെ കൂടെ കിട്ടുന്ന, ഞങ്ങളുടെ കൂടെ കിട്ടുന്ന കുട്ടികളെ അവർ പ്രൈമറികളിലോ അപ്പർ പ്രൈമറികളിലോ ഹൈസ്കൂളുകളിലോ ഹയർ സെക്കൻഡറികളിലോ കോളേജുകളിലോ പഠിക്കുന്ന ആളുകളായിരുന്നാലും അവരൊക്കെ നമ്മുടെ കുട്ടികളാണ്. ആ കുട്ടികളെയൊക്കെ ഉള്ളറിഞ്ഞുകൊണ്ട് അവരോട് സംസാരിക്കുവാൻ പറ്റുന്ന സമയമാണ്, അങ്ങനെ ഇടപഴകുവാൻ പറ്റുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പോലും ഖുർആൻ പറയുന്നു. വൈദ ഖാല ഇബ്രാഹിമു റബ്ബി ജ്അൽ ഹാദൽ ബലദ ആമിന, ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു, പടച്ചോനെ ഈ നാടിനെ നീ ഏറ്റവും നിർഭയത്വമുള്ള നാടാക്കണമേ. വജ്നുബ്നി വബനിയ്യ അൻ തഅബുദൽ അസ്നാം, എന്നെയും എൻ്റെ മക്കളെയും ബിംബാരാധനയിൽ നിന്ന് സുരക്ഷിതമാക്കണമേ. റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്ത് വമിൻ ദുർരിയതി, പടച്ചോനെ എന്നെ നമസ്കാരം നിലനിർത്തുന്നവനാക്കണമേ, എന്നെ മാത്രം പോരാ, വമിൻ ദുർരിയതി, എൻ്റെ മക്കളെയും. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിൽ പോലും മക്കളെ ഉൾപ്പെടുത്തി അവരും കൂടി നന്നാവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ്. മാത്രവുമല്ല, പ്രാർത്ഥിപ്പിക്കാനും നാം തയ്യാറാവേണ്ടതുണ്ട്. ഒരാളെ കണ്ടാൽ അയാളുടെ പ്രാർത്ഥന അയാൾ ഒരു മുത്തഖിയാണ്, ഭക്തനാണ് എന്നൊക്കെ നമുക്ക് തോന്നുന്നുവെങ്കിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അയാൾ ആവശ്യപ്പെട്ടാം. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ എന്ന മാതാവ് പ്രവാചകന്റെ അടുക്കൽ അനസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുചെന്നാക്കിയിട്ട് പറഞ്ഞു, പ്രവാചകരെ,
നിങ്ങൾ എൻ്റെ ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ക്സിർ മാലഹു വവലദഹു വബാരിക് ലഹു ഫീമാ അഅ്തൈതഹു. പടച്ചോനെ, നീ അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യണമേ, കൂടുതൽ കുട്ടികളെ നൽകണമേ, സമ്പത്ത് അധികം നൽകണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. 100-ലധികം വർഷം അദ്ദേഹം പിന്നീട് ജീവിച്ചിരുന്നിട്ടുണ്ട്. 100-ലധികം പേരക്കുട്ടികളെ മറവ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന അത്രമാത്രം കുട്ടികളെ നൽകുകയും പേരക്കുട്ടികൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പോ പ്രവാചകന് അങ്ങനെയുള്ള ആളുകളോട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നും ആവശ്യപ്പെടണം. കാരണം അവർ നമ്മുടെ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഓർമ്മകളോട് കൂടിയൊക്കെ നമ്മുടെ ഈ വെക്കേഷൻ ചെലവഴിക്കുവാനുള്ള അവസരമാണ്. ചിലരെങ്കിലും പടച്ചോനെ ഈ 2 മാസം ഇനി എങ്ങനെ കഴിച്ചുകൂട്ടും? കാരണം എല്ലായിടത്തും അവരായിരിക്കും പൊട്ടിത്തെറുപ്പുകളും അതുപോലെ തന്നെ അവരെ കൊണ്ടുള്ള ശല്യങ്ങളുമായിരിക്കും എന്ന് വിചാരിക്കുന്നവരും വിരളമായിരിക്കുകയില്ല. അതുകൊണ്ട് ഈ വില മനസ്സിലാക്കി ഈ സമയത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വെക്കേഷൻ നമ്മുടെ കുട്ടികളുമായി ഇടപഴകിക്കൊണ്ട് ജീവിക്കുവാൻ, അവരുമായി പങ്കുവെച്ചുകൊണ്ട് ജീവിക്കുവാൻ, അവരുമായി സംസാരിച്ചുകൊണ്ട് ജീവിക്കുവാൻ, അവരുമായി ഒന്നിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് ജീവിക്കുവാൻ, അവരുമായി ഒന്നിച്ച് യാത്ര പോയിക്കൊണ്ട് ജീവിക്കുവാൻ, അങ്ങനെ ചിരിയും കളിയും സന്തോഷവുമായി വീടൊരു സ്വർഗമാക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂമു ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഊസീകും ഇബാദല്ലാഹി വ നഫ്സി സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്. ഈ മധ്യവേനൽ അവധിയെ പ്രയോജനപ്രദമാക്കുവാനുള്ള ഉപദേശങ്ങളാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. മിക്കവാറും യൂണിറ്റുകളിലൊക്കെ ഈ സമയത്ത് പ്രത്യേകം കോച്ചിങ്ങുകളൊക്കെ ഉണ്ടാകാറുണ്ട്. മതപരമായി വെറും പ്രൈമറി തലത്തിൽ മാത്രമുള്ള വിദ്യാഭ്യാസം ലഭിച്ചവരാണ് നമ്മുടെ മക്കൾ. നമസ്കാരത്തിൽ ചൊല്ലുന്ന കാര്യങ്ങളോ മറ്റ് ഇബാദത്തുകളിൽ ഉപയോഗിക്കുന്ന പദങ്ങളോ അതിൻ്റെ അർത്ഥം പോലും മനസ്സിൽ ഉറക്കാത്ത കാലത്തെ അവർ പഠിച്ചത്. അതൊന്നും മനസ്സറിഞ്ഞുകൊണ്ട് പഠിക്കാനും അത് ഇന്നത്തെ അവരുടെ മാനസിക നിലവാരങ്ങൾക്കനുസരിച്ച് കൊണ്ടുള്ള എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള വെക്കേഷൻ ക്ലാസ്സുകൾ, വിനോദവും വിജ്ഞാനവും അതിലുണ്ടാകണം. അതുപോലെ തന്നെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കുള്ള പ്രത്യേക പരിശീലനങ്ങൾ ഉണ്ടാകണം. പഠനത്തിൽ മുന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് പൂർവോപരി ഉന്നതിയിലേക്ക് എത്തുവാനുള്ള അവസരങ്ങൾ അതിലുണ്ടാകണം. അതുപോലെ പഠന ക്ലാസ്സുകൾ, ചർച്ചാവേദികൾ, ഇസ്ലാമിക് വർക്ക്ഷോപ്പുകൾ, ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളോടുകൂടി ദീർഘദൃഷ്ടിയോടുകൂടി സംഘടിപ്പിക്കപ്പെടുന്ന ഒരുപാട് സമ്മർ ക്ലാസ്സുകൾ ഉണ്ടാവാറുണ്ട്. അവിടേക്ക് നമ്മളെ കുട്ടികളെ എത്തിക്കണം. എന്നിട്ട് ഇതൊക്കെ ഒന്നുകൂടി പഠിച്ചുകൊണ്ട് പരിശീലിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുക. നാം മരിച്ചാൽ നമ്മെ അവർ കുളിപ്പിക്കണം. നാം മരിച്ചാൽ നമുക്ക് അവർ ഇമാമ് നിൽക്കണം. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി എന്ന് പറയുന്ന പ്രാർത്ഥന ആത്മാർത്ഥതയോടുകൂടി കണ്ണിൽ നിന്ന് വെള്ളമൊഴുകിക്കൊണ്ട് ഹൃദയം വാചാലമായിക്കൊണ്ട് അതിൻ്റെ അർത്ഥമറിഞ്ഞുകൊണ്ട് അവർ ആ മയ്യത്ത് നമസ്കാരത്തിൽ പ്രാർത്ഥിക്കണം. ഖബറിന്റെ അടുത്ത് വെച്ചുകൊണ്ട് തസ്ബീഹ് ചെല്ലുമ്പോൾ അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ എന്ന ആ വാചകങ്ങളുടെ അർത്ഥമറിഞ്ഞുകൊണ്ട് അത് ഉരുവിടാൻ അവർക്ക് കഴിയണം. നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ആലോചിക്കുക, നമ്മുടെ മക്കൾ ഈ ഒരു സിദ്ധി നേടിയവരാണോ? ഇങ്ങനെ നമസ്കരിക്കുവാനും പ്രാർത്ഥിക്കുവാനും അർത്ഥമറിഞ്ഞുകൊണ്ട് ആ രൂപത്തിൽ ചെല്ലുവാനും കഴിയുന്നവരാണോ എന്നത് നാം ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. അങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ നമ്മൾ വളർത്തിയിട്ടുണ്ട് എങ്കിൽ, പാലിൽ വെള്ളം ചേർക്കാൻ ഉമ്മ ആവശ്യപ്പെട്ടിട്ട് ആ കുട്ടി പറഞ്ഞ മറുപടി ഇൻകാന ഉമർ ലാ യറാന ഫ ഇന്നല്ലാഹ യറാന. ഉമർ കാണൂല എന്ന് ഉമ്മ നിങ്ങൾ പറയണ, പക്ഷെ പടച്ചോൻ കാണൂലേ?
എന്ന് ആ കുട്ടി ഉമ്മാനോട് പറഞ്ഞിട്ടുള്ള മറുപടി ചരിത്രത്തിൽ നമ്മൾ കേട്ടതാണ്. അങ്ങനെയുള്ള കുട്ടികൾ നമുക്ക് വളർന്നു വരും. അതുപോലെ ഒരു ആട്ടിടയനോട് ഒരു ഉമർ റളിയല്ലാഹു അൻഹു ഒരു ആടിനെ ചോദിച്ചു. ഒരു ബാലനായിരുന്നു, ഒരു കുട്ടിയായിരുന്നു. കുട്ടി പറഞ്ഞു, ഇൻ്റെതല്ല, ഈ ആടൊന്നും ഇൻ്റെതല്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേഷപ്രച്ഛന്നനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതിന്റെ കാശ് ഞാൻ നിനക്ക് തരാം, അത് നിനക്ക് ഉപയോഗിക്കാം. യജമാനനോട് ഇത് ഒരു ആടിനെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോ ആ കുട്ടി പറഞ്ഞ മറുപടി, എൻ്റെ യജമാനൻ എന്നെ സംബന്ധിച്ച് വളരെ അധികം സമ്മതനാണ്, അതുകൊണ്ട് അയാളുടെ അടുക്കൽ ചെന്നുകൊണ്ട് ഞാൻ 4 ആടിനെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. പക്ഷേ പടച്ചോന്റെ എത്തുന്ന ഞാൻ എന്താ പറയാ? ആ കുട്ടിയുടെ മതബോധമായിരുന്നു അത്. ആ രൂപത്തിൽ ചിന്തിക്കുന്ന, യുദ്ധത്തിന് പോകാൻ മത്സരിച്ചുകൊണ്ട് കാലിൻ്റെ തള്ളവിരൽ ഉയർന്നു നിന്ന് എനിക്കാണ് കൂടുതൽ ഉയരമുള്ളത്, അതുകൊണ്ട് എനിക്ക് സ്ഥാനം ലഭിക്കണം എന്ന രൂപത്തിൽ വാശിയോടുകൂടി യുദ്ധത്തിന് പോകാൻ തയ്യാറായ കുട്ടികൾ. ഇസ്ലാമിക ചരിത്രത്തിലുള്ള അങ്ങനെയുള്ള കുട്ടികളെ നമ്മുടെ വീടുകളിലും വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെയല്ല എങ്കിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൂടെത്തിയ സൂറത്ത് ഫുസ്സിലത്തിലെ ആയത്ത്, വല്ലദീ ഖാല ലിവാലിദൈഹി ഉഫ്ഫിൻ ലക്കുമാ, മാതാപിതാക്കളോട് പറയാണ് നിങ്ങൾക്ക് നാശമുണ്ടാകട്ടെ. മക്കളാ പറയണത്, നാശമുണ്ടാകട്ടെ. എന്താ മെപ്പേ, മരിച്ചതിന് ശേഷം ഇനി ഉയർത്തെഴുന്നേൽക്കേ, പിന്നൊരു ജീവിതം, ഒരു പരലോകോ, ഒരു ചോദ്യവും ഉത്തരവും ഉണ്ടാകൂല. ഇതൊക്കെ നിങ്ങൾ ആരോ പറഞ്ഞു പറ്റിച്ചതാ. വഖദ് ഖലത്തിൽ ഖുറൂന മിൻ ഖബ്ലി വഹുമാ യസ്തഗീസാനില്ല വൈലക ആമിൻ. എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയി, ആരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലുള്ള മക്കൾ ഒരു പക്ഷേ ആയി പോകുമോ എന്ന് നമ്മൾ ഭയത്തോടു കൂടി ഓർക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുന്ന സമയത്ത് ചോദ്യോത്തരങ്ങളൊക്കെ കഴിയുമ്പോൾ സത്യനിഷേധികളായ ആളുകൾ പറയുന്ന ഒരു വാചകമുണ്ട്, പടച്ചോനെ ഞങ്ങളെ വഴിതെറ്റിച്ച ആളുകളെ, ഞങ്ങൾക്ക് വേണ്ട മാർഗദർശനം നൽകാത്ത ആളുകളെ, ഞങ്ങൾ അതിലേക്ക് നയിക്കാത്ത ആളുകളെ പടച്ചോനെ എങ്ങോട്ട് കാട്ടിക്കൊണ്ടുക, ഞങ്ങളുടെ കാലിൻ്റെ അടിയിൽ വെച്ചുകൊണ്ട് അവരെ ഞങ്ങൾ ചവിട്ടിത്തേക്കട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്തിലെ 29-ാമത്തെ വചനത്തിൽ, വഖാലല്ലദീന കഫറൂ റബ്ബനാ അരിനല്ലദീന അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് നജ്അൽഹുമാ തഹ്ത അഖ്ദാമിനാ, ഞങ്ങളുടെ കാലിനടിയിൽ വെച്ചുകൊണ്ട് ചവിട്ടിത്തേക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ ഈ കാര്യം പടച്ചവരോട് അവിടെ വെച്ചുകൊണ്ട് ആവശ്യപ്പെടുമോ? ഞങ്ങൾക്ക് മാർഗദർശനം നൽകേണ്ടവരായിരുന്നു, നന്മയിലേക്ക് നയിക്കേണ്ടവരായിരുന്നു ഞങ്ങളുടെ ഈ മാതാപിതാക്കൾ. അതവർ നിർവഹിച്ചില്ല. ഇപ്പോ ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു അവരാണ്. ഈ മാതാപിതാക്കളാണ് ഞങ്ങളുടെ ശത്രു. അതുകൊണ്ട് അവരെ ഒന്ന് ഇങ്ങോട്ട് കാട്ടിത്താ റബ്ബേ, ഞങ്ങളുടെ കാലിൻ്റെ ചുവട്ടിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ചവിട്ടിത്തേക്കട്ടെ എന്ന് നമ്മുടെ മക്കൾ പറയുന്ന ഒരു അവസ്ഥ നാളെ പരലോകത്ത് വെച്ചുണ്ടാകുമോ എന്നത് ഭയത്തോടുകൂടി ഗൗരവത്തോടുകൂടി നാം ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ വരുന്ന വെക്കേഷൻ സമയം എന്ന് പറയുന്നത് വിലപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് നമ്മുടെ മക്കളെ എല്ലാ നിലക്കും തിരിച്ചു പിടിക്കുവാനുള്ള അവസരമാണ്. നമ്മുടെ കൂടെ പള്ളികളിൽ, ജമാഅത്തുകളിൽ, സൽക്കർമ്മങ്ങളിൽ, മറ്റു കാര്യങ്ങളിലെല്ലാം അവരെയും കൂട്ടിക്കൊണ്ട് പങ്കെടുപ്പിക്കാൻ പറ്റുന്ന സമയമാണ്. എന്തെങ്കിലും പോരായ്മകളോ ദൂഷ്യങ്ങളോ അവരിൽ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനും അത് പരിഹരിക്കാനും പറ്റുന്ന സമയമാണ്. മതവേദികളും അതുപോലെ അവർക്ക് ദീനീപരമായ സൗകര്യങ്ങളും ഉപദേശങ്ങളും നൽകുന്ന അവസരങ്ങൾ മഹല്ലുകളോ മറ്റ് സ്ഥാപനങ്ങളോ സംഘടിപ്പിക്കുമ്പോൾ അവരുടെ കൈകൾ പിടിച്ചുകൊണ്ട് അവിടെ കൊണ്ട് ചെന്നാക്കുവാനും ആ പരിശീലനത്തിൽ അവരെ പങ്കെടുപ്പിക്കുവാനും പറ്റുന്ന സമയമാണ്. അങ്ങനെയെല്ലാം ആലോചിച്ചുകൊണ്ട് ഈ സമയത്തെ നമ്മൾ ചെലവഴിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പത്താണ് എന്നും അത് ഗുണപ്രദമാക്കി മാറ്റണമെന്നും ആലോചിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ ഞങ്ങൾക്ക് അലങ്കാരമാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, കൺകുളിർമയുള്ളവരാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഇഹലോകത്തും പരലോകത്തും അവരാൽ ഞങ്ങൾക്ക് നന്മ ലഭിക്കുന്ന ഭാഗ്യവാന്മാരായ
രക്ഷിതാക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അവരുടെ പ്രാർത്ഥനകളിലൂടെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങളുടെ പദവികൾ ഉയരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും എല്ലാ ആളുകൾക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. പ്രത്യേകമായി കഴിഞ്ഞ ആഴ്ചയിൽ ബാംഗ്ലൂരിൽ വെച്ചുകൊണ്ട ഒരു ബസ് ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയിട്ടുള്ള മുഹമ്മദ് ഫർഹാൻ എന്ന് പറയുന്ന വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ള ഈ നാട്ടുകാരനായ ഒരു വിദ്യാർത്ഥി ആ യുവത്വത്തിന്റെ സമയത്ത് തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന്റെ വല്ല തെറ്റുകുറ്റവും വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിനുള്ള വിടവ് അള്ളാഹു സുബ്ഹാനഹു വ തആല നികത്തി കൊടുക്കുമാറാകട്ടെ. സഹിക്കുവാനും ക്ഷമിക്കുവാനുമുള്ള കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിന്, മാതാപിതാക്കൾക്ക്, ബന്ധുക്കൾക്ക് എല്ലാം നൽകുമാറാകട്ടെ. അള്ളാഹുവേ, ഈമാനോടുകൂടി ജീവിക്കുവാനും അങ്ങനെ തന്നെ മരണപ്പെട്ടു പോകുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.